ഹായ് ഗായ്സ്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ആയിട്ട് വേണ്ടിയിട്ട് കോൺട്രാക്റ്റാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ആയിട്ട് വന്ന് അതില് എല്ലാവർക്കും ഒരു പരാതി നമ്മള് വീഡിയോയിൽ വില പറഞ്ഞിട്ടാണ്. വില പറയാതിരുന്നാണ് അടുത്ത പ്രാവശ്യത്തെ ഒരു സെക്കൻഡ് വീഡിയോയിൽ നമുക്ക് ഏതായാലും വില പറയാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഒരു ഫസ്റ്റ് ട്രേഡിംഗ് നടത്തിയ അല്ലെ ജിസ്റ്റും ഞാനും കൂടി ആദ്യമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യണം. അപ്പൊ എല്ലാ കുറവുകളും കുറ്റങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ആ കമന്റിലൂടെ ഒന്ന് അവതരിപ്പിച്ച് തന്നാൽ എനിക്ക് വിഷ്ണുവിനും അതൊക്കെ ഒന്ന് തിരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. നമുക്ക് മുൻപരിചയം വളരെ കുറവായതുകൊണ്ട് അതൊക്കെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ജിസ്ണു തുടങ്ങിയില്ല വണ്ടികളൊക്കെ ഒന്ന് കാണിച്ചത് കറക്റ്റ് ആയിട്ട്. ഈ വണ്ടി 2012 വണ്ടിയാണ്. 2012 കമ്പനി സർവീസുള്ള ഫോർച്യൂണർ വണ്ടി കേട്ടോ. ഈ വണ്ടിക്ക് നമ്മൾ ഏകദേശം ഈ വണ്ടി 240 ഓടിയിട്ടുണ്ട്. 240 ഓടി കറക്റ്റ് കമ്പനി സർവീസും കാര്യങ്ങളുള്ള ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 4x2 ഓട്ടോമാറ്റിക് വണ്ടി. നമുക്ക് ഇപ്പം പ്രാവശ്യം റേറ്റ് പറയുന്നുണ്ട്. ഏകദേശം നമുക്ക് ഒരു 1090 ഈ വണ്ടി നമുക്ക് കൊടുക്കാം ലാസ്റ്റ് ആയിട്ട്. അപ്പൊ വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളും വിഷ്ണു കാണിച്ചു തരുന്നുണ്ട്. എല്ലാ ഭാഗങ്ങളും കറക്റ്റ് നല്ല ക്ലിയർ ഉള്ള വണ്ടിയാട്ടോ. വണ്ടി എല്ലാ ഭാഗവും നല്ല ക്ലിയർ ഉള്ള വണ്ടിയാണ്. അത് അതൊരു കുഴപ്പമില്ല. എല്ലാ ഭാഗവും വളരെ പക്ക നല്ല വൃത്തിയോട് കൂടിയുള്ള വണ്ടിയാണ്. അടുത്ത വണ്ടി കാണിച്ചു കൊടുത്തത് ദി MG ആക്ടർ. MG ആക്ടർ വണ്ടി 2019 വണ്ടി. നല്ല വണ്ടിയാണ്. നല്ല ബ്ലാക്ക്, ഓട്ടം 76, കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. സിംഗിൾ ഓണറാണ് എല്ലാം. പിന്നെ വണ്ടി ഓട്ടം 76 നേരത്തെ പറഞ്ഞില്ലേ, 78 എന്നുള്ള വണ്ടി. വണ്ടിയൊക്കെ ഒന്ന് കറക്റ്റായിട്ട് എല്ലാ ഭാഗവും നോക്കി നിങ്ങൾ. എല്ലാം നല്ല വൃത്തിയുള്ള നല്ല ഇന്റീരിയർ ക്വാളിറ്റി, റൂഫ്, സൺറൂഫും കാര്യങ്ങളൊക്കെ ഉള്ള എല്ലാ ഭാഗവും നല്ല ഇന്റീരിയറിലൊക്കെ നല്ല വൃത്തിയാണ്. ഈ വണ്ടിനെ പറ്റി പറയാം. MGനെ പറ്റി അറിയുന്നവർക്ക് നല്ല അറിയാം. ഈ ചെയിനിന്റെ നല്ല അടിപൊളി നല്ല ലുക്കാ. 7 സീറ്റർ അല്ല, അത് 5 സീറ്ററാണ് വണ്ടി. വണ്ടി നമുക്ക് ഏകദേശം 975 കൊടുക്കാം ഈ വണ്ടി കേട്ടോ. ഈ വണ്ടി റേറ്റ് 975, 2019 വണ്ടി. അടുത്ത വണ്ടി നമുക്കൊരു ഇന്നോവയാണ്. ഇത് പാലക്കാട്ടേക്ക് ഒരു ടീം ടോക്കൺ ആയതാണ് ഈ വണ്ടി നമുക്ക് ഇഷ്ടം. നമുക്ക് അടുത്ത ബെൻസ് കാണിക്കാം. ഇത് ബെൻസ് 2016 വണ്ടിയാട്ടോ. നല്ല അടിപൊളി നല്ല ക്വാളിറ്റി വണ്ടി. ഇന്റീരിയൽ ആവട്ടെ എന്താവട്ടെ, ബെൻസിനെ പറ്റി നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ബെൻസിന്റെ അതിൻ്റെതായ ലുക്ക് ആ വണ്ടിക്ക് ഉണ്ട്. നല്ല വണ്ടിയാണ്. എല്ലാ ഭാഗവും നല്ല വൃത്തിയിൽ ടയറും ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം ഉള്ള വണ്ടിയാണ്. ഓട്ടം 1,05,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളത്. ഇന്ത്യയിൽ ഭാഗങ്ങളൊക്കെ നല്ല വൃത്തിയിൽ. കിലോമീറ്റർ 1,05,000. ഇത് നമ്മള് ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന റേറ്റ് 1390. ഫൈനൽ റേറ്റ് ആണ്. എന്നാലും ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ചെയ്ത് ചെയ്യാം. ആവശ്യക്കാർ വിളിച്ചോട്ടെ, നമുക്ക് ആ സമയത്ത് വേണമെങ്കിൽ അതിനമാതിരി ചെയ്യാൻ കഴിയുന്നതാണ്. അടുത്ത വണ്ടി നമുക്ക് 2.8Z 2.8Z നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാം. 2018 വണ്ടിയാണ്. നമ്പർ ആക്കിയുള്ള റേറ്റ് നമ്മൾ പറയട്ടാ. നമ്മൾ നിങ്ങളെ പേര് നമ്പർ ആക്കി തരും. വേറെ കേരളത്തിൽ ഏത് ആശുപത്രി ആണെങ്കിൽ നമുക്ക് നമ്പർ ആക്കി തരും. 2.8Z 124 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടി. എവിടെ മാറിയിട്ടില്ല. ഗ്യാസ് ഒന്നും എവിടെയും ഒന്നും മാറാത്ത വണ്ടി. ക്ലിയർ വണ്ടിയാണ്. ഈ വണ്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വില 18 ലക്ഷം രൂപയാണ് നമ്പർ ആക്കിയത്. അത് ഏകദേശം ഫൈനൽ റേറ്റ് ആണ് ആ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മൾ വണ്ടി കൊടുത്ത് നല്ല വൃത്തിയാക്കി എല്ലാ ഭാഗങ്ങളും ടയറും കാര്യങ്ങളൊക്കെ പക്കാക്കിയുള്ള വണ്ടിയാണ്. അടുത്തായിട്ട് തൊട്ടടുത്ത് കൊടുക്കുന്ന വണ്ടിയും Z തന്നെയാണ്. ഇത് 2017 ആണ്. 2017 ഓട്ടോമാറ്റിക്. നേരത്തെ പറഞ്ഞത് ഓട്ടോമാറ്റിക് ആണ്, ഇതും ഓട്ടോമാറ്റിക് ആണ് വണ്ടി ഉള്ളത്. ഈ വണ്ടി നമുക്ക് ഏകദേശം 1.15 ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓണാണ്. മെയിൻ ഗ്ലാസ് റീപ്ലേസ്മെന്റ് ആണ്. ചെറിയൊരു സ്ക്രാച്ച് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. മേജർ ഇഷ്യൂകളൊന്നുമില്ല വണ്ടിക്ക്. ഈ വണ്ടി നമുക്ക് ഏകദേശം 1690 നമ്പറാക്കി കൊടുക്കാം. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. വിലപ്പാകം കൂടുതലുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. കാരണം വണ്ടിയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് വരാം. അവിടുത്തെ ഇവിടെ ഒന്ന് പറയത്തില്ല. അവിടെ അത്ര ഉണ്ടല്ലോ ഇവിടെ എത്ര ഉണ്ടോ ആൾക്കാർ കമന്റ് ചെയ്യും. പക്ഷേ
എന്താ വെച്ചാൽ വണ്ടിയുടേതായ മാറ്റങ്ങൾ ഉണ്ടാവും. ഓരോ വണ്ടിക്കും ക്വാളിറ്റിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആ മാറ്റങ്ങൾ വരുന്നത് കേട്ടാ. അടുത്ത വണ്ടി വിഷ്ണു, അടുത്ത വണ്ടി കാണിക്ക്. പിന്നെ ഈ വണ്ടി 2016 വണ്ടിയാണ്. ഈ വണ്ടിക്ക് ചെറിയ റീപ്ലേസ്മെന്റ് ഉണ്ട്. വില കുറഞ്ഞിട്ട് ആരെങ്കിലും വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റും. കമ്പനിയിലാണ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് ബോണ്ട്, ഗ്ലാസ്, സൈഡ് ഡോറ്. ഈ വണ്ടി 1.71 ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓണറാ വണ്ടി. ആ വണ്ടി നമുക്ക് 10 റുപ്യക്ക് ഫൈനൽ റേറ്റിന് കൊടുക്കട്ടെ. ഈ വണ്ടിക്ക് ഒരു തെറ്റ് ഉണ്ടാകുന്ന ബോണ്ട് കാര്യങ്ങളൊക്കെ റീപ്ലേസ് ആണ്. അത് കാരണം കുറച്ച് കുറവുണ്ട്. നീ വിളിക്കുന്ന ആളുകൾ ആവശ്യക്കാരെയും വിളിച്ചാൽ നമുക്ക് ഇതിന്റെ മേലെ എന്തായാലും ചെറുതായിട്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ വേറെ കാര്യം, നല്ല മഴ ഇവിടെ ഒരു മഴ പെയ്തു കഴിഞ്ഞു. രണ്ടാമതൊരു മഴ വരുന്നുണ്ട്. അതിന് മുന്നേ നമ്മൾ വേഗം ഒന്ന് പറഞ്ഞു പോവാണ്. അടുത്ത വണ്ടി 2018 വണ്ടി G4 2018 സിംഗിൾ ഓണർ, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല ക്ലിയർ പീസ് വണ്ടി, നല്ല വണ്ടി കേട്ടാ. നമുക്കൊരു നമ്പർ ആക്കി കൊടുക്കുന്ന റേറ്റ് നമ്മൾ പറയുന്നത് 13.90. ആർക്കും നമ്പർ വേണ്ട NOC ആണെന്നുണ്ടെങ്കിൽ ആ നമ്പർ ആക്കുന്ന റേറ്റ് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കൊടുക്കാം. അതിന്റെ പുറത്ത് നന്നായിട്ട് വൃത്തിയായി കാണിച്ചു കൊടുക്കും. കൃഷ്ണ നല്ല മഴ മൂടിക്കിട്ടൊരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ വീട്ടിലേക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാം എഴുതി അറിയിക്കാൻ കമന്റ് ഇടാം. അടുത്ത പ്രാവശ്യം നമ്മൾ ഇതിന് വൃത്തിയാക്കി എടുക്കാൻ ശ്രമിക്കാം. ഇപ്പൊ മഴ ഇങ്ങനെ ചെറുതായിട്ട് ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ പിന്നെ വണ്ടിയുടെ ഏതെങ്കിലും ഭാഗത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് അറിയിക്കാം. അടുത്ത പ്രാവശ്യം നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്ന